ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് പോരാഞ്ഞ് ഈ നുണ വീണ്ടും നിങ്ങളോട് പറഞ്ഞ് അരുണേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇങ്ങനെ ഒരു പച്ച കള്ളം അരുണേട്ടനോട് പറഞ്ഞത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയാകൂ. പറയൂ അരുണേട്ടാ, ആരെ ഈ നുണ പറഞ്ഞേ? നീ എന്താ എന്നെ ഒന്നും വിശ്വസിക്കാത്ത? എനിക്കറിയാവുന്നതാ ഇതൊക്കെ. നിനക്കറിയോ, ഞാൻ ഇത്രയും നാൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ ഇപ്പൊ പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. നിന്നെ എനിക്ക് വേണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. ഇനിയെങ്കിലും നിന്റെ കൂടെപ്പിറപ്പായി നന്ദിനെ കൊല്ലണമെന്നുള്ള വാശി കളഞ്ഞിട്ട് നിന്റെ മനസ്സൊന്ന് മാറ്റാൻ ശ്രമിക്കുക. എനിക്കറിയാം ആരാ നിങ്ങളിൽ ഇതൊക്കെ കുത്തിവെച്ചതെന്ന്. തീർച്ചയായും ഇതാ കണ്ണഴകിയമ്മയുടെ പണി തന്നെയായിരിക്കും. എന്താന്ന് വെച്ചാ ആ കണ്ണഴകിയമ്മ ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും നന്ദിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നീ കരുതുന്ന പോലെ ഇത് അവര് പറഞ്ഞൊന്നുമല്ല. ഇതവര് പറഞ്ഞതല്ലെന്ന് ദേവസേനയുടെ മേലെ സത്യം ചെയ്ത് പറഞ്ഞേ. ചെയ്യാനാ പറഞ്ഞേ? അതെ, ഇത് കണ്ണഴകി തന്നെ പറഞ്ഞതാ. എനിക്കറിയാം വേറെ ആരും ഇതിന് മുതിരില്ലെന്ന്. അവര് പറഞ്ഞതൊന്നും സത്യമല്ല. അത് വിശ്വസിക്കരുത് അരുണേട്ടാ. അതങ്ങനെ സത്യമില്ലെന്ന് നിനക്ക് പറയാൻ പറ്റും? നന്ദിനിയും നിന്നെയും കാണാൻ ഒരേപോലെ തന്നെയല്ലേ? ഒരേപോലെയാണെന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും ചേച്ചി അനിയത്തി ആകണമെന്നുണ്ടോ? ഞാൻ നന്ദിനിയെ പൂജിച്ചതുകൊണ്ട് അവൾ എന്റെ രൂപം സ്വീകരിച്ചു വന്നതാ എന്ന് കരുതി അവൾ എന്റെ കൂടെ പറപ്പാകണമെന്നില്ല. അത് മാത്രമല്ല അരുണേട്ടാ, നന്ദിനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാ എന്നോട് അങ്ങനെ ഒരു നുണ പറഞ്ഞതെന്ന് കണ്ണഴകിയമ്മ തന്നെ സമ്മതിച്ചതുവാ. നന്ദിനിയും നീയും തമ്മിലുള്ള ഈ ഒരു ബന്ധം നീ മാധവിയോടോ നാഗനന്ദിയോടോ പറയാതിരിക്കാൻ വേണ്ടിട്ടാ കണ്ണഴകിയമ്മ അങ്ങനെ ഒരു കള്ളം പറഞ്ഞേ. നീ നന്ദിനിയുടെ അനിയത്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നീ അത് വിശ്വസിക്കുക. ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ നന്ദിനിയുടെ അനിയത്തി അല്ല. അവൾ ഒരിക്കലും എന്റെ ചോരയാവില്ല. ഇതിൽ കൂടുതൽ നന്ദിനെ പറ്റി എന്നോട് പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ ജീവനോടുണ്ടാവില്ല അരുണേട്ടാ. ആത്മഹത്യ ചെയ്യും ഞാൻ. വരുന്ന പൗർണമിക്കുള്ളിൽ നന്ദിനിയെ കൊല്ലുമെന്ന് അച്ഛന്റെ അസ്ഥി കലശത്തിൽ തൊട്ടാണ് ഞാൻ ശപഥം എടുത്തത്. പൗർണമിക്കുള്ളിൽ ഞാൻ നന്ദിനെ കൊന്നിരിക്കും. അതിൽ ഞാൻ പരാജയപ്പെട്ട അന്ന് എന്റെ അവസാനമായിരിക്കും അരുണേട്ടാ. അതിനേക്കാൾ മുൻപ് നന്ദിനി എന്റെ കൂടെ പറപ്പാണെന്ന് പറഞ്ഞ് അരുണേട്ടൻ തന്നെ എന്നെ കൊല്ല ചെയ്യരുത്. അവന്റെ മനസ്സിലിരിപ്പെന്തെന്നറിഞ്ഞോ മാധവി? അരുണിന്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയാൻ വേണ്ടിയല്ലേ രൂപമാറ്റ വിദ്യയുടെ സഹായത്തോടെ ഗംഗയുടെ രൂപത്തിൽ അങ്ങോട്ട് പോയത്? പോയ കാര്യം എന്തായെന്ന് പറയേ. നമ്മൾ സംശയിച്ചതൊക്കെ ശരി തന്നെയാ. അരുണിനോട് ആ കണ്ണഴകി എല്ലാ സത്യവും വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെയാ നമ്മളെ അറിയിക്കാതെ ഗംഗയുടെ മനസ്സ് മാറ്റാൻ അരുൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഗംഗയുടെ മനസ്സ് മാറ്റാൻ അരുൺ ശ്രമം നടത്തുകയാണെങ്കിൽ കാര്യങ്ങൾ നമുക്ക് നിയന്ത്രണാതീതമാവുകയില്ലേ? ഇനി മേലിൽ അരുൺ ഗംഗയോട് ഇതിനെപ്പറ്റി യാതൊന്നും പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് നാഗനന്ദിയ. അങ്ങനെ ഉറപ്പിച്ചെങ്ങനെ പറയാനാകും? അരുണിന് ഗംഗയെന്ന് വെച്ചാല് സ്വന്തം ജീവനേക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ ഗംഗയുടെ രൂപത്തിൽ അവിടെ ചെന്ന് ഞാൻ ഇനിയും എന്റെ മനസ്സ് മാറ്റാൻ ഇങ്ങനെ ശ്രമം നടത്തുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് എങ്ങോട്ട് വന്നത്. ഇനി അങ്ങോട്ട് ഗംഗയുടെ മനസ്സ് മാറ്റാൻ അരുൺ ശ്രമിക്കുകയില്ല. അതോർത്തിനി വിഷമിക്കേണ്ട നന്ദിയ. അരുണിനെ നിനക്കപ്പോ നിയന്ത്രിക്കാൻ സാധിച്ചല്ലേ? അവനെ നിയന്ത്രിച്ചു എന്ന് കരുതി സമയം പാഴാക്കി കളയാനാവില്ല നമുക്ക്. കണ്ണഴകി അടുത്ത നീക്കം നടത്തുന്നതിന് മുൻപ് നന്ദിനിയെ ഉന്മൂലനം ചെയ്തേ പറ്റൂ. നാഗദേവതയുടെ ഉത്തരവിനായി കാത്തിരിക്കുകയാണ് ഞാൻ. ഉത്തരവ് ലഭിച്ചയുടൻ ആ നന്ദിനിയുടെ ഉന്മൂലനമാണ് മാധവി. ഗംഗ ഇപ്പൊ നല്ല മയക്കത്തിലാണ്. നീ ഗംഗയെ എഴുന്നേൽപ്പിക്ക.
ഗംഗേ, നിനക്ക് ആപത്തൊന്നുമില്ല. എന്റെ റൂമിലേക്ക് വന്ന് പെട്ടെന്ന് മയങ്ങി വീഴുമായിരുന്നു നീ. എന്താ ഗംഗേ നിനക്ക്? ശരിക്കും ഉറക്കം കിട്ടാത്തതിന്റെ ക്ഷീണമായിരിക്കാം. നന്ദിനിയെ കുറിച്ച് തന്നെ എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് സ്വന്തം ശരീരം ശ്രദ്ധിക്കാതിരിക്കല്ലേ ഗംഗേ. നിനക്കിപ്പോ അത്യാവശ്യം റെസ്റ്റ് ആണ്. ആ നന്ദിനിയുടെ അവസാനം കാണുന്നത് വരയ്ക്കും എനിക്ക് ഊണും ഉറക്കമില്ല. നന്ദനയുടെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് ഞാൻ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലേ. അതിലൊരു തീരുമാനം ഉണ്ടായ പിന്നെ നമുക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുവരെ ഒന്ന് ക്ഷമിച്ചേ പറ്റൂ. എല്ലാറ്റിനും അരുണേട്ടന് എനിക്ക് മാപ്പ് തരണം. എടി ജാനകി, ഈ ഐസ്ക്രീമിലേ ഇത്തവണ ഞാൻ ശരിക്കും വിഷം കലക്കിയിരിക്കുക. ഇപ്രാവശ്യം നിന്റെ മോളെ കൊണ്ട് ഞാനിത് കഴിപ്പിക്കും ജാനകി. ഇന്നിനി നീ ആരോടൊക്കെ ചെന്ന് പറഞ്ഞാലും അവരാരും വിശ്വസിക്കാൻ പോകുന്നില്ല. എടാ മഹാബാബി, അപ്പോ ഇത്തവണ നീ ശരിക്കും വിഷം കലർത്തിയിരിക്കുവാണല്ലേ? ദേവസേന എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവൂ. ഹായ് ദേവസേനേ. എന്താങ്കളെ, ഇതെന്താ 2 ഐസ്ക്രീം ഒക്കെ ആയിട്ട് വരുന്നേ? മോൾക്ക് ഒരെണ്ണം തന്നിട്ട് ഞാനും ഒരെണ്ണം കഴിക്കാന്ന് കരുതി എടുത്തതാ. പക്ഷേ അപ്പോഴേ ഞാൻ അന്നത്തെ കാര്യം ഓർത്തത്. ഞാനിപ്പോ മോൾക്ക് ഐസ്ക്രീം തന്നിട്ട് നീ ഇതിൽ വിഷം ഉണ്ടെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പെട്ടില്ലേ മോളെ. അതുകൊണ്ട് ഞാൻ തന്നെ 2 കഴിക്കാന്ന് കരുതി. രണ്ടും അങ്കിള് തന്നെ കഴിച്ചാ മതി. എനിക്കിപ്പോ ഐസ്ക്രീം വേണ്ട. ആഹാ, എന്താ ഒരു ടേസ്റ്റ്. ഇതുവരെ ഇത്രയും ടേസ്റ്റുള്ള ഐസ്ക്രീം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. നീ ഇതിങ്ങനെ നോക്കി നിന്ന് കൊതി വിടല്ലേ മോളെ. നീ ദാ ഈ ഐസ്ക്രീം കഴിച്ചോ. ദേവസേനെ, അത് വാങ്ങിക്കല്ലേ. അമ്മ പറയുന്ന കേക്ക്. എന്തു പറ്റി ദേവസേനെ? എന്നാ കഴിച്ചോ. ഈ ഐസ്ക്രീം കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. ഇപ്പൊ എങ്ങനെയാ വേണ്ടെന്ന് പറയാ? ശരി, നിനക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട മോളെ. ഈ ഐസ്ക്രീം ഞാൻ തന്നെ കഴിച്ചോളാം. നീ പാവൂലെന്ന് കരുതിയാ ഞാനിത് നിനക്ക് കൊണ്ടുവന്നത്. അങ്കിളൊന്ന് നിന്നേ. അങ്കിൾ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചോണ്ട് വന്ന ഐസ്ക്രീം അല്ലേ? ഇങ്ങോട്ട് താ, ഞാൻ കഴിക്കാം. കഴിച്ചോ മോളെ. ആസ്വദിച്ച് പതുക്കെ ഇരുന്ന് കഴിച്ചാൽ മതി. ഓക്കെ, ബൈ ബൈ. ദേവസേനെ, അത് കഴിക്കില്ലെന്ന് പറഞ്ഞില്ലേ? അത് നീ എറിഞ്ഞു കളയും മോളെ. ഈ ഐസ്ക്രീമിൽ വിഷം കലക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അമ്മ എന്നോട് എറിഞ്ഞാളയാൻ പറയണേ. അതെ ദേവസേനെ, മുരളി ഇത്തവണ ശരിക്കും വിഷം കലർത്തിയിരിക്കുക. ഇതിനു മുമ്പ് ഒരു ദിവസം അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട്
പറഞ്ഞിട്ടാ അന്ന് അച്ഛൻ എന്നെ വഴക്കുറങ്ങിട്ട് അടിക്കാൻ വരെ കയ്യോങ്ങിയത്. അമ്മയ്ക്ക് ഇപ്പോഴും അങ്കിളിനെ സംശയം തന്നെയാലേ. എന്റെ പൊന്നു ദേവസേനെ, ഞാൻ പറയുന്നൊന്നും നീ വിശ്വസിക്കേ. അന്ന് അവൻ വിഷം കലർത്തുന്ന പോലെ അഭിനയിച്ച് നമ്മളെ കബളിപ്പിച്ചതാ. എന്നാ ഇത്തവണ അവൻ ഇതിൽ വിഷം ചേർക്കുന്നത് ഞാൻ കണ്ടതാ മോളെ. ഇത് നീ ആരോടും പറയൊന്നും വേണ്ട, പക്ഷെ ഇത് നീ കഴിക്കാതിരിക്കണം. ഒന്ന് കളയും മോളെ. അമ്മേ, അങ്കിള് ഏലസ് ഇട്ടി തന്നപ്പോ ഇത് തന്നെയല്ലേ അമ്മ പറഞ്ഞേ? പക്ഷേ അത് ഞാൻ എന്റെ കൈ കെട്ടിയോണ്ടല്ലേ എക്സാമിന് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഇപ്പൊ അങ്കിള് തന്ന ഈ ഐസ്ക്രീം തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്റെ സന്തോഷമൊക്കെ ഇല്ലാണ്ടാക്കുവാ അല്ലേ? ഞാൻ ഈ ഐസ്ക്രീം എന്തായാലും കഴിക്കാൻ പോവാ. എന്നെ തടയല്ലേ അമ്മേ. അയ്യോ, ഇവളുടെ കയ്യിലായി ഏലസ് കിടക്കുന്ന കൊണ്ട് ഐസ്ക്രീം തട്ടി കളയാനും പറ്റുന്നില്ല, ഇവളുടെ ശരീരത്തിൽ പ്രവേശിക്കാനും പറ്റുന്നില്ലല്ലോ. ഇപ്പൊ എങ്ങനെയാ ദേവസേനെ ഒന്ന് രക്ഷിക്കുക? അരുത് ദേവസേനെ, അത് കഴിക്കരുത്. ദേവസേനെ, അയ്യോ അയ്യോ, അവളത് കഴിച്ച ഇനിയിപ്പൊ എങ്ങനെയാ ഒന്ന്? അയ്യോ ദേവസേനെ, ഞാൻ ഈ ഐസ്ക്രീം കഴിക്കാൻ പോണില്ല അമ്മേ. എനിക്ക് അമ്മ വിശ്വാസ, ഈ ഐസ്ക്രീം എനിക്ക് വേണ്ട. അമ്മ പറയുന്ന പോലെ മുരളിയങ്കിൾ ഇതിനകത്ത് വിഷം കലക്കിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അമ്മയുടെ വാക്കനുസരിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. ഇനി അമ്മ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കും. എന്റെ നന്മ അമ്മ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ ദേവസേനെ, ഞാൻ മോളെ തൊട്ടു കഴിഞ്ഞ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതിനെല്ലാത്തിനും കാരണം മോളുടെ കൈ കിടക്കുന്ന ഏലസാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്ക്. മനസ്സിലായമ്മേ. ഞാൻ അമ്മ പറഞ്ഞതനുസരിക്കാതെ തെറ്റ് ചെയ്തു പോയതാ. ശരി, വാ എന്നാ പോവാം. അയ്യോ, ഏയ് ദേവസേനെ, ഇങ്ങോട്ട് വന്നേ. നീ എന്താ ഇതുവരെ ഈ ഐസ്ക്രീം കഴിക്കാത്ത മോളെ? വേണ്ട, എനിക്ക് ഈ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടില്ല. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഇപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? നീ എന്നെ ഇൻസൾട്ട് ചെയ്യാണല്ലേ? ദേവസേനെ, നീ എന്തായാലും ഈ ഐസ്ക്രീം കഴിച്ചേ പറ്റൂ. എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞില്ല അങ്കിളെ. ഞാൻ കഴിക്കാതെ മാറ്റി വെച്ചത് അത്, നീ ഇത് കഴിച്ചേ. എനിക്ക് ഈ ഐസ്ക്രീം വേണ്ട. നീ ഇങ്ങനെ വാശി പിടിക്കാതെ കഴിക്കു വെച്ചത്. കഴിക്കാൻ എടുക്ക. കഴിക്കാൻ എനിക്ക് വേണ്ട. ദേവസേനെ, വാശി പിടിക്കാതെ കഴിക്കാൻ. ഇല്ല, വേണ്ട. വേണ്ട ദേവസേനെ, എന്നെ മോളെ വിട്. എനിക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ വാങ്ങിച്ചത്? കഴിക്കും, കഴിക്കാൻ. വേണ്ട അങ്കിളെ. നീ ഇത് കഴിക്കാതെ പോവില്ല. വേണ്ട. വാശി പിടിക്കരുത്. നിനക്ക് എങ്ങനെ കഴിപ്പിക്കണമെന്ന് എനിക്കറിയാം. കഴിക്കോട്ടെ, വേണ്ട. കഴിക്കാൻ. വേണ്ട. എടാ മുരളി, എന്താണ് നീ കാണിക്കുന്നേ? അവള് വേണ്ടാന്ന് പറയുന്ന കേട്ടില്ലേ നീ? പിന്നെയും പിന്നെ അവളെ നീ കഴിക്കാൻ നിർബന്ധിക്കുന്ന എന്തിനാ? എന്താ എന്റെ ഇത്? ഞാനെപ്പോഴും അവളെ നിർബന്ധിച്ചേ? ദേവസേന തന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞത്. ഇപ്പൊ അവള് തന്നെയാ വേണ്ടെന്ന് പറയുന്നത്. വേണ്ടെന്ന് പറഞ്ഞത് ശരിയാ. അതിനെന്ത് നീ അങ്കിളെ എന്നെ കഴിപ്പിക്കാൻ നോക്കുന്നേ? നീ ഇത്രയൊക്കെ ഇവളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തോ കാര്യമുണ്ട്. ഇപ്പൊ എന്താ വേണ്ടത്? ഈ ഐസ്ക്രീം ദേവസേനയ്ക്ക് കൊടുക്കരുത്. കൊടുക്കുന്നില്ല. ഇതുകൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ആന്റിക്ക് ഇപ്പോഴും എന്നോടുള്ള സംശയം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. എടാ നിക്ക്, എന്തിനാ ഇപ്പൊ ഇത് കളയാൻ പോന്നെ? ഇത് നീ തന്നെ കഴിച്ചാ മതി. കഴിക്കല്ലേ? ഈ ഐസ്ക്രീമിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിലേ അന്ന് ചെയ്ത പോലെ നീ ഒന്ന് തിന്ന് കാണിച്ചേ. ഈ തള്ളിയത് എന്തിനുള്ള പുറപ്പാടാ? ഇതെങ്ങാനും കഴിച്ചാ അതോടെ തീർന്നു തന്നെയല്ല. കഴിക്കാൻ പറഞ്ഞില്ലേ, എന്തിനാ നീ കഴിക്കാൻ മടിക്കുന്നേ? എന്നെ ആന്റിക്ക് ഇനിയും വിശ്വാസമായിട്ടില്ല അല്ലേ?
ഞാൻ അന്ന് തന്നെ കഴിച്ച് കാണിച്ചല്ലേ ആന്റി. ആന്റിയെ വിശ്വസിപ്പിക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് വിശ്വാസമായിട്ടില്ല. നീ കഴിച്ചു കാണിക്കും, അപ്പോഴേ എനിക്ക് വിശ്വാസമാവും. ആന്റി ഒരു ആവശ്യമില്ലാതെ എന്നെ സംശയിക്കുന്നത്. ഇപ്പൊ എന്താ വേണ്ടേ? ഞാനിത് കഴിക്കണോ? അത്രയല്ലേ ഉള്ളൂ. ശരി, ഞാനിത് കഴിച്ചു കാണിക്കാം. കഴിക്കണേ. ഒരു കൂസലും ഇല്ലാതെ കഴിക്കുവാണല്ലോ ഇവൻ. ആന്റി പറഞ്ഞതുപോലെ ഐസ്ക്രീം കഴിച്ചാണല്ലോ. എനിക്കിപ്പോ എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? എന്നെ ഇനിയെങ്കിലും വിശ്വസിക്കാം ആന്റി. ദേവസേനെ, അവനത് കഴിച്ച കണ്ടില്ലേ? അവനൊന്നും പറ്റിയില്ലല്ലോ. എന്തിനാ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ പേടിക്കുന്നത്? എന്നാലും അവന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം, അത്രേ ഉള്ളൂ. അവൻ തന്ന ഇനി ഒന്നും മേടിക്കരുത്. അവനോടൊന്നും വാങ്ങിച്ചു തരാനും പറയണ്ട. മോളെ, ആ ഏലസ് വലിച്ചെറിഞ്ഞ് കളയും. ആ ശരി. ആരോടാ നീ സംസാരിക്കുന്നേ? മുത്തശ്ശി പറഞ്ഞതിന് ശരിയെന്ന് പറഞ്ഞതാ. അതെന്താ നീ എറിഞ്ഞു കളഞ്ഞത്? സ്കൂളിൽ ഫ്രണ്ട് കിട്ടി തന്ന ഏലസാ അത്. നിന്റെ അപ്പൂപ്പൻ ഇങ്ങനെ കുറെ ചരടും ഏലസും കൊണ്ട് നടന്ന അവനിങ്ങനെ അൽപായുസായി പോയെ. നീയും അതിപ്പോ തുടങ്ങാൻ പോവാണോ? ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ടും ഇതിന് മാത്രം ഒരു മാറ്റവും ഇല്ല. ഇനി മേലാൽ ഇത്തരം കയറും ചരടും ഒന്നും എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. ശരി മുത്തശ്ശി. ആ, ഇനി നീ ഇവിടെ തനിച്ച് നിൽക്കണ്ട. ആ മുരളിയെങ്ങാനും വന്നാൽ ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. ആ റൂമിലേക്ക് വാ. അപ്പൊ വെല്ലിമ്പ്രാട്ടി വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണല്ലേ നീ അത് കഴിച്ചത്? അവളെ തീർക്കാന്നാ ഞാൻ കരുതിയത്. ആ കിളവി പെന്നെ കൊന്നു കളഞ്ഞനെ. അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് വിഷമൊഴിച്ച് ഐസ്ക്രീം കഴിക്കേണ്ടി വന്നല്ലോ ഭഗവാനെ. വിഷം ഉള്ളിൽ ചെല്ലുന്നതിന് മുമ്പ് കഴിച്ച ലോമിട്ട് കളഞ്ഞേ പറ്റൂ. നല്ലവനാണെന്ന് കാണിക്കാൻ ആ വിഷം കഴിച്ചിട്ട് ഇപ്പൊ നീ തന്നെ ആ വിഷത്തെ എടുത്ത് പുറത്തു കളയുവാണല്ലേ? തൽക്കാലം നീ രക്ഷപ്പെട്ടിരിക്കാം. എന്നാ ദേവസേനയെ നീ കൊല്ലാൻ ശ്രമിച്ചതിന് മരണത്തിൽ കുറഞ്ഞ ശിക്ഷയില്ല നിനക്ക്. നിന്റെ അച്ഛൻ പോയിടത്തേക്ക് തന്നെ നിന്നെ ഉടനെ തന്നെ അയക്കൂടാ ഞാൻ. നമസ്കാരം അമ്മേ. വാ മോനെ, നിന്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരുന്നത്. ഗംഗയോട് സംസാരിച്ചോ നീ? ഗംഗയുടെ മനസ്സ് മാറിയോ? ഗംഗയും നന്ദിനിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ ഞാൻ ശ്രമിച്ചതാണമ്മേ. എന്നാ ഞാൻ ചിന്തിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ നടന്നേ. നീ എന്താ പറഞ്ഞു വരുന്നേ? അത് പിന്നെ ഗംഗയോട് ഞാൻ നന്ദിനിയെ പറ്റി പറഞ്ഞപ്പോ ഇതിൽ കൂടുതൽ നന്ദിനെ പറ്റി എന്നോട് പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ ജീവനോടുണ്ടാവില്ല ചേട്ടാ. ആത്മഹത്യ ചെയ്യും ഞാൻ. ഞാൻ എന്താ ചെയ്യണ്ടേ? നന്ദിനെ പറ്റി പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്നു പറയുന്നവളോട് ഇനി എന്തു പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അമ്മയെ കാണാൻ വന്നത്. അമ്മ വേണം എനിക്കൊരു വഴി പറഞ്ഞു തരാൻ. നീ ഇനി യാതൊന്നും ചെയ്യേണ്ടതില്ല.
ഗംഗയെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് നീ ഏറ്റതുകൊണ്ടാ ഞാൻ സമ്മതിച്ചത്. എന്നാൽ ഗംഗയുടെ പിടിവാശി എന്താന്ന് എനിക്കറിയാം. നീ ഇനി ഗംഗയോട് നന്ദിനിയെ പറ്റി ഒന്നും പറയേണ്ടതില്ല. നന്ദിനി കൂടപ്പുറപ്പാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവളുടെ മനസ്സ് മാറുമെന്ന് ഞാനും വിശ്വസിച്ചിരുന്നേ. എന്നാ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചേ. ഗംഗയുടെ മനസ്സ് മാറാത്ത സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എന്റെ പേടി. നീ പേടിക്കാതിരിക്കെ. ഗംഗയെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല മോനെ. ഗംഗയുടെ സഹായത്തിനാ ഞാനിവിടെ ഉള്ളത്. ഗംഗയെ ഞാൻ സംരക്ഷിക്കാം. ഗംഗയുടെ ഭാഗത്ത് അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ധൈര്യമായിട്ടിരുന്നേനെ. എന്നാ അമ്മയുടെ വാക്ക് കേൾക്കാതെ അവളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ അവൾക്ക് വരാൻ പോകുന്ന ആപത്തൊക്കെ തടയാൻ പറ്റും? ഗംഗയെ സംരക്ഷിക്കാൻ അവൾക്കൊപ്പം ഞാൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എവിടെ നിന്നും രക്ഷിക്കാൻ ഞാൻ പ്രാപ്തനാണ്. നിനക്കെന്റെ വാക്കുകൾ വിശ്വസിക്കാം. ഗംഗയെ ആപത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇതെന്റെ കറുപ്പനാണ് ഈ സത്യം.